നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂരിൽ ഷിഗല്ല ബാധിച്ച് യുവാവ് മരിച്ചു. മാപ്രാണം സ്വദേശിയായ 43-കാരനാണ് മരിച്ചത്. പോസ്റ്റ്മോർട്ടത്തിലാണ് ഷിഗല്ല ബാധ വ്യക്തമായത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശബരിമല മാതൃകയിലുള്ള വെർച്വൽ ക്യൂ സംവിധാനം ഉടനെന്ന് മന്ത്രി കെ മുരളീധരൻ. ക്ഷേത്രനഗരിയുടെ വികസനത്തിന് മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കും. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ 9 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും ദേവസ്വം മന്ത്രി. സംഭരിച്ച നെല്ലിന്റെ വില നൽകാതെ സപ്ലൈകോ. അന്തിക്കാട് 1000-ഓളം കോൾ കർഷകർ വലയുന്നു. ഗുരുവായൂർ ടൗൺ ഹാളിലെ ലോകകപ്പ് ഫുട്ബോൾ ബിഗ് സ്ക്രീൻ പ്രദർശനം നിർത്തിവെക്കാൻ സർക്കാർ നിർദ്ദേശം. നടപടി CPM നിയന്ത്രണത്തിലുള്ള സംഘടനയ്ക്ക് ടൗൺ ഹാൾ സൗജന്യമായി നൽകുന്നതിൽ നഗരസഭാ സെക്രട്ടറി എതിർപ്പ് അറിയിച്ച പശ്ചാത്തലത്തിൽ. കയ്പമംഗലം ചെളിങ്ങാട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ യാത്രാ ദുരിതം. റോഡ് തകർന്നത് പൈപ്പ് ലൈൻ പ്രവൃത്തിക്ക് ശേഷം. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതിയുടെ ഉദ്ഘാടനം വിവിധ ഡിപ്പോകളിൽ ആഘോഷപൂർവ്വം നടന്നു. നിർത്തലാക്കിയ KSRTCയുടെ ഗ്രാമീണ സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് മന്ത്രി OJ ജനീഷ്. വിശദാംശങ്ങളിലേക്ക്. തൃശൂരിൽ ഷിഗല്ല ബാധിച്ച് യുവാവ് മരിച്ചു. മാപ്രാണം സ്വദേശിയായ 43-കാരനാണ് മരിച്ചത്. വയറുവേദനയെ തുടർന്ന് കൊടകരയിലെ ശാന്തി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിലാണ് ഷിഗല്ല ബാധ വ്യക്തമായത്. ഉറവിടം കണ്ടെത്താൻ പരിശോധന നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശബരിമല മാതൃകയിൽ വെർച്വൽ ക്യൂ സംവിധാനം ഉടൻ നടപ്പിലാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ക്ഷേത്രനഗരിയുടെ സമഗ്ര വികസനത്തിന് മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളും വിവിധ വകുപ്പ് മേധാവികളും പങ്കെടുത്ത അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ 9 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കും. ദേവസ്വത്തിലെ ആനകളുടെയും പശുക്കളുടെയും പരിപാലനത്തിനായി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കും. ദേവസ്വത്തിന് കീഴിലുള്ള ആശുപത്രിയുടെ നിലവിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി പുതിയ കെട്ടിടം നിർമ്മിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഭക്തജനങ്ങളുടെ തിരക്ക് കണക്കിലെടുത്ത് ഏകാദശി ദിവസം ഉദയാസ്തമന പൂജ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്, റവന്യൂ ദേവസ്വം സെക്രട്ടറി MG രാജമാണിക്യം, അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതല വഹിക്കുന്ന ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അത് എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതാണ്. ഇന്നത്തെ യോഗത്തിന്റെ പ്രധാന തീരുമാനം അതാണ്. വെർച്വൽ ക്യൂ സമ്പ്രദായം നടപ്പിലാക്കുക. ശബരിമലയിലൊക്കെ അത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതാണ്. അത് ഗുരുവായൂരിലും ഏർപ്പെടുത്താനാണ് തീരുമാനിച്ചത്. പിന്നെയുള്ളത് ഈ ഗുരുവായൂരിന്റെ വികസനമാണ്. പലപ്പോഴും പല മാസ്റ്റർ പ്ലാനുകൾ ഉണ്ടാക്കിയിരുന്നെങ്കിലും അതൊന്നും ഫലവത്തായിരുന്നില്ല. ഈ ഭരണസമിതി ഇത് സംബന്ധിച്ചൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് അക്വിസിഷൻ നടപടികൾ, അത് റവന്യൂ വകുപ്പിനോട് മൊത്തം ഗുരുവായൂരിന്റെ വികസനത്തിനുള്ള ഭൂമി ഏറ്റെടുക്കാൻ 9 മാസത്തിനുള്ളിൽ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിലേ അത് പൂർത്തിയാക്കാൻ കഴിയും. കാരണം ഭൂമി ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ പലർക്കും പല താല്പര്യങ്ങളുണ്ടാവും. പക്ഷെ ഗുരുവായൂരിന്റെ വികസനം എന്നുള്ളതാണ് നമ്മുടെ മുഖ്യ അജണ്ട എന്ന് പറയുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിലെ നവീകരിച്ച ദീപസ്തംഭത്തിന്റെ സമർപ്പണം മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ് B നായർ, MU ഷിനിജ, അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതല വഹിക്കുന്ന ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ചെന്നൈയിൽ വ്യവസായം നടത്തുന്ന സനിൽകുമാർ എന്ന ഭക്തനാണ് നവീകരിച്ച പ്രവൃത്തി വഴിപാടായി സമർപ്പിച്ചത്. ഒന്നര മാസം മുൻപ് സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ തുക കിട്ടാതെ അന്തിക്കാട്ടെ 1000-ഓളം കോൾ കർഷകർ വലയുന്നു. അന്തിക്കാട് കോൾ പാടശേഖരത്തിൽ നിന്ന് 24,36,860 കിലോ നെല്ല് ശേഖരിച്ചു കൊണ്ടുപോയി 1.5 മാസം കഴിഞ്ഞിട്ടും വില അന്വേഷിച്ചെത്തുന്നവർക്ക് എന്ന് കിട്ടുമെന്ന് കൃത്യമായി പറയാൻ പോലും അധികൃതർക്ക് കഴിയുന്നില്ലെന്ന് ആക്ഷേപം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക് എന്നീ ബാങ്കുകളുമായാണ് സർക്കാർ കരാറുണ്ടാക്കിയിരിക്കുന്നത്. അന്തിക്കാട് കോൾപ്പാട് ശേഖരത്തിൽ നിന്നുള്ള കർഷകരുടെ 1.5 കോടിയോളം രൂപ നൽകാതെ സപ്ലൈകോയും ബാങ്കുകളും ചേർന്ന് കബളിപ്പിക്കുകയാണെന്ന് അന്തിക്കാട് കോൾപ്പടവ് പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു.
കഴിഞ്ഞ ദിവസം PRSുമായി കനറ ബാങ്കിന്റെ പെരിങ്ങോട്ടുകര ബ്രാഞ്ചിലെത്തിയ കർഷകർക്ക് ദുരനുഭവമുണ്ടായി. ബാങ്കിൽ നിന്ന് ലഭിച്ച ടോക്കണുമായി നിശ്ചിത ദിവസം വീണ്ടും ബാങ്കിലെത്തിയപ്പോൾ സർക്കാർ അനുവദിച്ച ഫണ്ട് കഴിഞ്ഞുവെന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് കൃഷിക്കാർ പറയുന്നു. കഴിഞ്ഞ 1.5 മാസം മുമ്പ് ഞങ്ങളെ കോൾപ്പടയിലെ നെല്ല് കൊയ്ത് കൊണ്ടുപോയതാണ്. സപ്ലൈകോ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ കീഴിലുള്ള സപ്ലൈകോ ആണ് നെല്ലെടുക്കുന്നത്. നെല്ല് കൊണ്ടുപോയി ഇപ്പോൾ ഒരു 1.5 മാസത്തിലേറെയായി. അതിൻ്റെ പൈസ അന്വേഷിച്ച് ബാങ്കുകളിൽ ചെല്ലുമ്പോൾ ബാങ്കുകാർ നമ്മളെ കളിയാക്കുന്ന രൂപത്തിലാണ് നിൽക്കുന്നത്. കനറ ബാങ്കുകാർ അവർക്ക് ഫണ്ട് വന്നു എന്ന് പറഞ്ഞ് അറിയിച്ചതിന് മുതൽ ഞങ്ങൾ പൈസയ്ക്ക് വേണ്ടി ബാങ്കിൽ പോയി. തിങ്കളാഴ്ച തിരക്ക് കൂടുമല്ലോ എന്ന് കൂട്ടി ഞാൻ ചൊവ്വാഴ്ചയാണ് പോയത്. ചൊവ്വാഴ്ച വന്നപ്പോൾ അവർ പറഞ്ഞത് തിരക്കാണ്, നിങ്ങൾക്ക് ടോക്കൺ തരാം. കുറേ നേരം അവിടെ ഇരുത്തിയിട്ട് അതിനുശേഷമാണ് ഇരുത്തി ഒരു 11:30-12 മണിയായ നേരത്താണ് പറയുന്നത് ഞങ്ങൾക്ക് തിരക്ക് കൂടി, അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ കൊടുത്ത ടോക്കൺകാരോട് ഉണ്ട്, അവർക്ക് പൈസ കൊടുത്തതിന് ശേഷം ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ 2 ദിവസം കഴിഞ്ഞ് ഇനിയൊരു 15-ാം തീയതി 16-ാം തീയതി വരെ അവർ ടോക്കൺ കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഞാൻ വ്യാഴാഴ്ച കാലത്ത് ചെല്ലുമ്പോൾ ഇവരെ സ്ഥിതി മാറി. നിങ്ങൾ പോയിക്കോളെ, ഞങ്ങൾക്ക് അനുഭവിച്ചിട്ടോ ഫണ്ടൊക്കെ കഴിഞ്ഞിട്ടാ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് കണക്കൂട്ടി ഞങ്ങൾക്ക് ടോക്കൺ തന്നെ ചോദിച്ചു. അപ്പോൾ പറയുന്നത് അത് ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ല, ഞങ്ങൾക്ക് ആകെ 50 കോടിയെ കിട്ടിയുള്ളൂ, അത് കഴിഞ്ഞു. ആ നേരത്താണ് ഇത് പറയുന്നത്. അപ്പം നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ നക്കാപ്പിച്ച കാശ് വന്നതിനാണോ ഞങ്ങളൊക്കെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തത്, ഈ ടോക്കൺ തരലും സംവിധാനമൊക്കെ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ഉത്തരമില്ല. ഞങ്ങൾ അറിയില്ല സാറേ, ചേട്ടാ ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് ഞങ്ങൾക്ക് മെസ്സേജ് വന്നത്, ഇത്രയും ഫണ്ടുള്ളൂ, ഫണ്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഞങ്ങളെ മടക്കി വിട്ടു. TCV തൃശ്ശൂർ. വിവാദങ്ങൾക്കും നിയമ നടപടികൾക്കും ഒടുവിൽ ഗുരുവായൂരിലെ ഫുട്ബോൾ ലോകകപ്പ് ബിഗ് സ്ക്രീൻ പ്രദർശനം നിർത്തിവെക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഉത്തരവ്. ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറാണ് അനുമതി നിഷേധിച്ചത്. ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന ലോകകപ്പ് ഫുട്ബോൾ ബിഗ് സ്ക്രീൻ പ്രദർശനത്തിന് ടൗൺ ഹാൾ സൗജന്യമായി അനുവദിച്ചതിനെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കർശന നിലപാട് സ്വീകരിച്ചു. സർക്കാർ അനുമതിയില്ലാത്തതിനാൽ പ്രദർശനം തുടരുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് TK വിനോദ് കുമാർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഹർജി പരിഗണിച്ച ഹൈക്കോടതി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജോയിന്റ് ഡയറക്ടർ പുറപ്പെടുവിച്ച ഉത്തരവ് രേഖപ്പെടുത്തി ഹർജി തീർപ്പാക്കി. സർക്കാർ അനുമതിയില്ലാതെ നഗരസഭയുടെ പ്രദർശനം പാടില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയതോടെ കേസ് അവസാനിപ്പിക്കുകയായിരുന്നു. ആദ്യം പ്രദർശനം വിലക്കി തദ്ദേശ വകുപ്പ് കത്ത് നൽകിയിരുന്നെങ്കിലും പിന്നീട് കൗൺസിൽ തീരുമാനം നടപ്പാക്കാമെന്ന നിർദ്ദേശം വന്നതോടെ 4 ദിവസത്തോളം പ്രദർശനം നടന്നിരുന്നു. എന്നാൽ സർക്കാർ തലത്തിൽ നിന്ന് അന്തിമ തീരുമാനം ഉണ്ടാകുന്നതുവരെ പ്രദർശനം നിർത്തിവെക്കാനാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിർദ്ദേശം. TCV ഗുരുവായൂർ. കയ്പമംഗലം ചളിങ്ങാട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ യാത്രാ ദുരിതം. പൈപ്പ് ലൈൻ പ്രവർത്തിക്ക് ശേഷമാണ് റോഡ് തകർന്ന നിലയിലായത്. ചളിങ്ങാട് റോഡിലൂടെയുള്ള യാത്ര ദിവസേന കൂടുതൽ ദുഷ്കരമാവുകയാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. ഏകദേശം 1 മാസം മുൻപ് കുടിവെള്ള പൈപ്പ് ലൈൻ മാറ്റിസ്ഥാപിക്കുന്നതിനായി റോഡിന്റെ ഒരു ഭാഗം കുഴിച്ചെടുത്ത് പിന്നീട് മണ്ണിട്ട് മൂടിയിരുന്നു. എന്നാൽ തുടർച്ചയായി പെയ്ത മഴയിൽ മൂടിയ ഭാഗത്ത് മണ്ണൊലിച്ചു പോവുകയും റോഡ് ചെളിക്കുണ്ടായി മാറുകയും ചെയ്തു. ചളിങ്ങാട് പള്ളിക്ക് മുന്നിലെ ഏകദേശം 250 മീറ്റർ ദൂരത്തിലുള്ള ഭാഗത്താണ് ദുരവസ്ഥ. മഴവെള്ളം കെട്ടിനിൽക്കുകയും റോഡ് പൂർണ്ണമായും ഒഴുകിപ്പോവുകയും ചെയ്തതോടെ റോഡിന്റെ പല ഭാഗങ്ങളും കാന പോലെയുള്ള ആഴത്തിലുള്ള കുഴികളായി മാറിയിരിക്കുകയാണ്. ഇതുവഴി ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനയാത്ര അപകട ഭീഷണിയിലാണ്. വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും വർദ്ധിച്ചു. പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി കുഴിയെടുത്ത ഭാഗത്ത് ടാറിംഗ് നടത്തി റോഡ് പൂർണ്ണമായും സഞ്ചാരയോഗ്യമാക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. TCV ന്യൂസ് കയ്പമംഗലം. UDF പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ 5ാം വർഷത്തിലേക്ക് മാറ്റിവെക്കാതെ സർക്കാരിന്റെ ആദ്യ മാസത്തിനുള്ളിൽ നടപ്പിലാക്കുന്നത് തെറ്റാണെങ്കിൽ ആ തെറ്റുകൾ ആവർത്തിക്കുമെന്ന് മന്ത്രി OJ ജനീഷ്. KSRTC ഓർഡിനറി ബസ്സിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയുടെ ഉദ്ഘാടനം മാളയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. KSRTCയെ ലാഭത്തിലാക്കാൻ ചില പദ്ധതികൾ സർക്കാരിന്റെ പരിഗണനയിലാണ്. നിർത്തലാക്കിയ ചില ഗ്രാമീണ സർവീസുകൾ പുനരാരംഭിക്കുമെന്നും ഇക്കാര്യത്തിൽ വകുപ്പ് മന്ത്രിയുടെ ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ബസ് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്ത മന്ത്രി വിദ്യാർത്ഥികൾക്കൊപ്പം മാള കാർമൽ കോളേജ് വരെ യാത്ര ചെയ്തു. ആദ്യ സൗജന്യ യാത്രാ ടിക്കറ്റ് അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത സജീവന് മന്ത്രി കൈമാറി. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ് അധ്യക്ഷനായി. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സിൽവി സേവ്യർ, റോസിലി ഫ്രാൻസിസ്, സുനിത സജീവൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സാജൻ കൊടിയൻ, കാവ്യ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. സ്ത്രീകൾക്കുള്ള പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി പുതുക്കാട് KSRTC ഡിപ്പോയിലും തുടങ്ങി. 21 ഓർഡിനറി സർവീസുകളും 2 ഫാസ്റ്റുമുള്ള പുതുക്കാട് ഡിപ്പോയിൽ നിന്ന് 23 ഷെഡ്യൂളുകളാണ് നിലവിലുള്ളത്. 27 ബസ്സുകൾ ഇവിടെ നിന്ന് സർവീസ് നടത്തുന്നുണ്ട്. പുതുക്കാട് KSRTC ഡിപ്പോയിൽ നടന്ന ചടങ്ങ് അളകപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി, പഞ്ചായത്ത് അംഗം മിനിമോൾ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റജി ജോർജ്, പുതുക്കാട് ഡിപ്പോ ഇൻചാർജ് EP മനോജ്, യൂണിയൻ പ്രതിനിധി AG രാജു തുടങ്ങിയവർ പങ്കെടുത്തു. KSRTC
പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്ക് അഭിവാദ്യം അർപ്പിച്ച് കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. പാലക്കാട് നിന്നും ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിലെ വനിതാ യാത്രക്കാർക്ക് കുന്നംകുളം നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോൻസി ടിക്കറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, കവിത പ്രേംരാജ്, മിഷ സെബാസ്റ്റ്യൻ, അനീന, സത്യഭാമ തുടങ്ങിയവർ ആദ്യ യാത്രയിൽ പങ്കാളികളായി. പ്രിയദർശിനി ബസ്സിന് ഒരുമനിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുത്തൻമാവ് സെന്ററിൽ സ്വീകരണം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് PM താഹിർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KJ ചാക്കോ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് നേതാക്കളായ VP അലി, ദുൽഹാൻ സുബൈർ, ശശികല കല്ലായിൽ, ഷിഹാബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രയുടെ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം തല ഉദ്ഘാടനം തോമസ് ഉണ്ണിയാടൻ MLA നിർവഹിച്ചു. ഇന്ദിര ഗ്യാരണ്ടിയിലെ പല പദ്ധതികളും നടപ്പിലാക്കി കഴിഞ്ഞതായും ജനപ്രിയമായ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും ഉണ്ണിയാടൻ പറഞ്ഞു. നഗരസഭാ ചെയർമാൻ MP ജാക്സൺ അധ്യക്ഷനായിരുന്നു. വൈസ് ചെയർമാൻ ചിന്ത ധർമ്മരാജൻ, കൗൺസിലർമാരായ പ്രവീൺസ് ഞാറ്റുവെട്ടി, ബിന്ദു വിനയൻ, റോണി പോൾ, മാവിലി തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. തിരികെ വാർത്തകളിലേക്ക്. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ച് UDF സർക്കാരിന് മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റി അഭിവാദ്യം അർപ്പിച്ചു. എരുമപ്പെട്ടി സ്കൂൾ പരിസരത്ത് നടന്ന ചടങ്ങ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ് അധ്യക്ഷയായി. ജില്ലാ സെക്രട്ടറി KR രാധിക, മണ്ഡലം പ്രസിഡന്റ് അനിത വിൻസെന്റ്, സജിത സുനീഷ്, ഷാജി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയ UDF സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് മഹിളാ കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബസ്സിന് സ്വീകരണം നൽകി. മുതിർന്ന കോൺഗ്രസ് നേതാവ് TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഷീല വിപിനചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഡാർലി പോൾ, രഞ്ജിത്ത് കൈപ്പള്ളി, പ്രവീൺ M കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രിയദർശിനി സൗജന്യ ബസ് യാത്രയുടെ മണലൂർ നിയോജക മണ്ഡലതല ഉദ്ഘാടനം മുല്ലശ്ശേരിയിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലെമൻ ഫ്രാൻസിസ് ഉദ്ഘാടനം നിർവഹിച്ചു. വെങ്കടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AA ഫിജിന, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK അനിൽകുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിജി റോയ്, അജിത് പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSRTC ഗ്രാമവണ്ടിക്ക് പൂവത്തൂരിൽ സ്വീകരണം നൽകി. മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. KP വിവേകൻ, NK സുലൈമാൻ, സുബിരാജ് തോമസ്, കോയ പോക്കാക്കില്ലത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. പുതുക്കാട് ഡിപ്പോയിൽ പ്രിയദർശിനി ബസ്സിന് സ്വീകരണം നൽകി. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു, അളഗപ്പ നഗർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി, പഞ്ചായത്ത് അംഗം മിനിമോൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റജി ജോർജ്, പുതുക്കാട് ഡിപ്പോ ഇൻചാർജ് EP മനോജ് എന്നിവർ പങ്കെടുത്തു. പ്രിയദർശിനി സൗജന്യ യാത്രാ പ്രാദേശിക ഉദ്ഘാടനം കൊടുങ്ങല്ലൂരിൽ നടന്നു. മന്ത്രി OJ ജനീഷ് ആദ്യ ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗരസഭാ കൗൺസിലർ VM ജോണി അധ്യക്ഷത വഹിച്ചു. KSRTC യൂണിറ്റ് ഇൻസ്പെക്ടർ P ദിലീപ് കുമാർ, DYSP പ്രമോദ്, PJ ജോൺ മിൽട്ടൺ, MK കൃഷ്ണകുമാർ, AK മീന,
ES സാബു, KP സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഏർപ്പെടുത്തുന്ന തീരുമാനം ഇന്ന് ജൂൺ 15 മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. പ്രിയദർശിനി പദ്ധതിയുടെ ചാലക്കുടി ഡിപ്പോയിൽ നിന്നുള്ള യാത്രയുടെ ഉദ്ഘാടനം സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ആലിസ് ഷിബു അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ KV പോൾ, വാർഡ് കൗൺസിലർ BJ ജോജി, ജില്ലാ പഞ്ചായത്ത് അംഗം ഷോൺ പെല്ലിശ്ശേരി, ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ CK ഷാജു തുടങ്ങിയവർ പ്രസംഗിച്ചു. മറ്റ് ജനപ്രതിനിധികളും സംസാരിച്ചു. KSRTC ടൂറിസം സെല്ലിന്റെ സോവനീർ പ്രകാശനവും MLA നിർവഹിച്ചു. പ്രിയദർശിനി സൗജന്യ KSRTC യാത്രയ്ക്ക് തിരുവില്ലാമല കോൺഗ്രസ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവില്ലാമല ബസ് സ്റ്റാൻഡിൽ സ്വീകരണം നൽകി. ഡ്രൈവർ ബിജു, കണ്ടക്ടർ സുനിൽ എന്നിവരെ മാലയണിയിച്ച് സ്വീകരിച്ചു. തിരുവില്ലാമല കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് M. ഉദയൻ, വൈസ് പ്രസിഡന്റ് ശിവശങ്കരൻ, മുൻ പ്രസിഡന്റുമാരായ KG സന്തോഷ്, A. മുരളി, രാമചന്ദ്രൻ, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് നിഷ വിനോദ്, കർഷക കോൺഗ്രസ് പ്രസിഡന്റ് പന്തലൂർ മോഹൻദാസ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മിഥുൻ മുരളീധരൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഗുരുവായൂർ ഡിപ്പോയിൽ ആവേശോജ്വലമായ തുടക്കം. നഗരസഭാ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട്ടേക്കുള്ള ആദ്യ സൗജന്യ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്താണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. KSRTC സൂപ്രണ്ട് സന്ധ്യ G. നായർ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി CA ഗോപപ്രതാപൻ, ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, നേതാക്കളായ ഷാനവാസ് തിരുവത്ര, R. രവികുമാർ, OKR മണികണ്ഠൻ, KP ഉദയൻ, KPA റഷീദ്, മഹിളാ കോൺഗ്രസ് നേതാക്കളായ ബീന രവിശങ്കർ, പ്രിയ രാജേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സർവീസ് റോഡിലൂടെ ബസ്സുകൾ ഓടിക്കണമെന്നാവശ്യപ്പെട്ട് കയ്പമംഗലത്ത് CPI സമരം. ദേശീയപാതയിലെ മേൽപ്പാലം പ്രവർത്തനക്ഷമമായതിനു പിന്നാലെ കയ്പമംഗലം പഞ്ചായത്തിന്റെ തെക്കൻ മേഖലകളിൽ നിന്നെത്തുന്ന ബസ്സുകൾ സർവീസ് റോഡ് ഒഴിവാക്കി മേൽപ്പാലം വഴിയുള്ള സർവീസ് നടത്തുന്നത് ജനങ്ങൾക്ക് യാത്രാ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി ചൂണ്ടിക്കാട്ടിയാണ് CPI കയ്പമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. പനമ്പിക്കുന്ന് ഭാഗത്തു നിന്ന് വടക്കോട്ട് പോകുന്ന ബസ്സുകൾ സർവീസ് റോഡ് ഉപയോഗിക്കാതെ മേൽപ്പാലം വഴി കടന്നു പോകുന്നത് മൂലം സർവീസ് റോഡിന് ചേർന്ന പ്രദേശങ്ങളിലെ യാത്രക്കാർക്ക് ബസ്സുകളിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനും ഏറെ പ്രയാസം നേരിടേണ്ടി വരുന്നതായി നാട്ടുകാർ പരാതിപ്പെടുന്നു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, വയോജനങ്ങൾ തുടങ്ങി നിത്യേന പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. ജനങ്ങളുടെ യാത്രാ പ്രശ്നത്തിൽ പഞ്ചായത്ത് ഭരണസമിതി ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നതിൽ പരാജയപ്പെട്ടുവെന്നും CPI ആരോപിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി ബസ്സുകൾ തടഞ്ഞ് സർവീസ് റോഡ് വഴി തിരിച്ചുവിടുകയും യാത്രക്കാരുടെ പ്രശ്നങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. വിഷയത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് RTOയ്ക്കും പോലീസിനും പരാതി നൽകിയിട്ടുണ്ടെന്ന് നേതാക്കൾ പറഞ്ഞു. സർവീസ് റോഡിലെ കുഴികളും തകർച്ചകളും പരിഹരിച്ച് ഗതാഗത യോഗ്യമാക്കാൻ ദേശീയപാത അതോറിറ്റിയെ കൊണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിപ്പിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾ മുൻകൈ എടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. CPI നേതാക്കളായ ER ജോഷി, MD സുരേഷ്, PK റഹീം, നജീറ നൂർദീൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. TCV ന്യൂസ്, കയ്പമംഗലം. പോർക്കുളത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പഴഞ്ഞി സ്വദേശി മരിച്ചു. കുന്നുകുളം പാലസ് റോഡിലെ ഗോൾഡൻ അക്വേറിയം ഉടമ 48 വയസ്സുള്ള ജെബി P. ജോണാണ് മരിച്ചത്. ഈ മാസം 5-ാം തീയതി വീട്ടിൽ നിന്നും കുന്നുകുളത്തുള്ള കടയിലേക്ക് സ്കൂട്ടറിൽ പോകുന്നതിനിടെ പോർക്കുളം സെന്ററിൽ വെച്ചായിരുന്നു അപകടം. ജെബി സഞ്ചരിച്ചിരുന്ന ഇലക്ട്രിക് സ്കൂട്ടർ അജ്ഞാത വാഹനം ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിന് ശേഷം ഇടിച്ച വാഹനം നിർത്താതെ പോയി. അപകടമുണ്ടാക്കിയ വാഹനം കണ്ടെത്താൻ കുന്നുകുളം പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി K. മുരളീധരൻ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രോഗം പടരാതിരിക്കാൻ സർക്കാർ ജാഗ്രത പുലർത്തുന്നുണ്ടെന്നും പരിശോധനകൾ വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SITയുടെ ചാർജ് ഷീറ്റ് സമർപ്പിച്ച ശേഷം മാത്രമേ സർക്കാർ തുടർ നടപടികൾ ഇടപെടുകയുള്ളൂ. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ പ്രധാന തസ്തികകളിൽ നിയമിച്ചുകൊണ്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സർക്കുലറിനെയും മന്ത്രി വിമർശിച്ചു. ഈ ഉത്തരവ് നടപ്പാക്കരുതെന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. RSS പരിപാടിയിൽ പങ്കെടുത്ത വൈസ് ചാൻസലർമാരുടെ നടപടി ശരിയായില്ലെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. മാള അണ്ണല്ലൂർ കാരൂർ റോഡിൽ പിക്കപ്പ് വാൻ ഇടിച്ച് യുവാവ് മരിച്ചു. കാരൂർ സ്വദേശി കരയാമ്പറമ്പിൽ വീട്ടിൽ 47 വയസ്സുള്ള സിൻസൺ ജോസഫാണ് മരിച്ചത്. കാരൂർ കനാൽ പരിസരത്തുള്ള വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ഞായറാഴ്ച രാത്രിയിലായിരുന്നു അപകടം.
വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച MDMA-യും ഹാഷിഷ് ഓയിലും കഞ്ചാവുമായി 3 പേരെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. കുരുമ്പിശ്ശേരി സ്വദേശികളായ പുതുക്കാട്ടിൽ വീട്ടിൽ പ്രണവ്, തറയിൽ വീട്ടിൽ അഖിൽ, എടക്കുളം സ്വദേശി പാച്ചേരി വീട്ടിൽ ജിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത്. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, ബിന്ദു കൃഷ്ണ എന്നിവർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. വെവ്വേറെ സമയങ്ങളിലാണ് ഇവർ ക്ഷേത്രത്തിലെത്തിയത്. ബിന്ദു കൃഷ്ണ പുലർച്ചെ നിർമ്മാല്യ ദർശനത്തിനും രമേശ് ചെന്നിത്തല രാവിലെ ശീവേലിക്ക് ശേഷവുമാണ് ദർശനം നടത്തിയത്. കെ മുരളീധരൻ ഉഷപൂജ സമയത്താണ് ദർശനത്തിനെത്തിയത്. ചെന്നിത്തല വർഷങ്ങളായി എല്ലാ മലയാള മാസം 1-ാം തീയതിയും ക്ഷേത്ര ദർശനത്തിന് എത്താറുണ്ട്. അച്ഛന്റെ പാത തുടർന്ന് എല്ലാ മാസവും മുരളീധരനും ക്ഷേത്ര ദർശനത്തിന് എത്താറുണ്ട്. ചാവക്കാട് ദേശീയപാത 66-ൽ മണത്തല KSEB ഓഫീസിന് സമീപം സർവീസ് റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു. മണ്ണ് പരിശോധനയ്ക്കായി പൈലിംഗ് ചെയ്ത ഭാഗങ്ങളിൽ റോഡിനടിയിൽ വലിയ ഗർത്തമാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ശക്തമായ മഴ പെയ്താൽ ഗർത്തം കൂടുതൽ വലുതാകാനും വലിയ അപകടങ്ങൾ സംഭവിക്കാനും സാധ്യത ഏറെയാണ്. ഇത്രയും അപകടകരമായ സാഹചര്യമുണ്ടായിട്ടും ഗതാഗത നിയന്ത്രണമോ മുന്നറിയിപ്പ് ബോർഡുകളോ ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. അധികൃതർ അടിയന്തരമായി ഇടപെട്ട് ഗർത്തം നികത്താനും സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുവാനും തയ്യാറാകണമെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്ധനവില വർധനവിനെതിരെ CITU വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഏരിയ പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം KP ജോയ്സൺ അധ്യക്ഷനായി. NJ ബിനോയ്, MS സിദ്ധൻ, PT ദേവസി, ജിജി ആന്റോ, K രാമചന്ദ്രൻ, PC അബാൽമണി, KU വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. വീണ്ടും ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. Kerala Vision Broadband. Connect and win. വാർത്തകളിലേക്ക്. ഇന്ധനവില വർധനയ്ക്കെതിരെ CITU കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. CITU കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് AV ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PK ശിവരാമൻ, ഏരിയ സെക്രട്ടറി PR പ്രസാദൻ, ട്രഷറർ PD ഉമേഷ്, നേതാക്കളായ MK അശോകൻ, സന്തോഷ് പാറളം, MK മോഹൻ, PK വിനോദ്, ഷീജ വത്സൻ എന്നിവർ സംസാരിച്ചു. ഇന്ധന വില വർധനവിനെതിരെ CITU ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് നഗരം ചുറ്റി പോസ്റ്റ് ഓഫീസിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ CITU ജില്ലാ സെക്രട്ടറി C സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് MN മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ PG ജയപ്രകാശ്, KA അസീസ്, സുഗു K ഇട്ടിയച്ചൻ, TC ചെറിയാൻ എന്നിവർ സംസാരിച്ചു. പെട്രോൾ, ഡീസൽ വില വർധനയിൽ പ്രതിഷേധിച്ച് CITU പ്രവർത്തകർ ഗുരുവായൂർ BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പടിഞ്ഞാറെ നടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് BSNL ഓഫീസിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. CITU ഏരിയ വൈസ് പ്രസിഡന്റ് ഉണ്ണി വാർനാട്ട് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി AS മനോജ്, ഏരിയ കമ്മിറ്റി ഭാരവാഹികളായ KP വിനോദ്, TB ദയാനന്ദൻ, പ്രിയ മനോഹരൻ, വസന്ത വേണു, ജെയിംസ് ആളൂർ തുടങ്ങിയവർ സംസാരിച്ചു. പവർട്ടിയിൽ വ്യാപാരികൾ നിർമ്മിച്ചു നൽകിയ പുതിയ ബസ് ഷെൽട്ടർ പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ ഉദ്ഘാടനം നിർവഹിച്ചു. പാവറട്ടി സെന്ററിൽ ഇനി മുതൽ വൺ വേ സമ്പ്രദായം മുഴുവൻ സമയവും നടപ്പിലാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. നേരത്തെ തിരക്കുള്ള സമയങ്ങളിൽ മാത്രം നടപ്പിലാക്കിയ വൺ വേ സംവിധാനം വിജയകരമായതിനാലാണ് മുഴുവൻ സമയവും നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. വൺ വേ തെറ്റിക്കുന്നവർക്ക് ഇനി മുതൽ പോലീസ് പിഴ ഈടാക്കും. ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചു നൽകുകയും വൺ വേ സമ്പ്രദായം നടപ്പിലാക്കാൻ സഹകരിക്കുകയും ചെയ്ത പാവറട്ടി മർച്ചന്റ്സ് അസോസിയേഷനുള്ള ആദരവ് പ്രസിഡന്റ് BG സെബാസ്റ്റ്യൻ ഏറ്റുവാങ്ങി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റംസിയ മുജീബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AA ഫിജിന, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ MK അനിൽകുമാർ, ജനപ്രതിനിധികളായ ഉമർ സലീം, BJ വർഗീസ്, സുഹ്റാബി ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു.
പെരിങ്ങോട്ടുകരയിൽ പ്രവർത്തിച്ചു വരുന്ന പോലീസ് ഔട്ട്പോസ്റ്റ് പോലീസ് സ്റ്റേഷനായി ഉയർത്തുകയോ അല്ലെങ്കിൽ പുതിയ സ്റ്റേഷൻ അനുവദിക്കുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ട് അന്തിക്കാട് പോലീസ് ജനമൈത്രി സമിതിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ലക്ഷ്മി വസന്തൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് താന്യം ഡിവിഷൻ അംഗം KP സന്ദീപ് അധ്യക്ഷനായി. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ, താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ, ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ലി ജിജുമോൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MV സുരേഷ്, പഞ്ചായത്ത് അംഗം മീന സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. മരുതിയൂരിൽ ഗ്രാമീണ കൂട്ടായ്മയിൽ സംഗീത സഭയ്ക്ക് തുടക്കമായി. മരുതിയൂർ ക്ഷേത്രനടയിൽ മനോജ് വടാശ്ശേരിയും ഭാര്യയും ചേർന്ന് നടത്തുന്ന V-Star ടീ ഷോപ്പിലാണ് സംഗീത സഭ നടത്തുന്നത്. സംഗീത അഭിരുചിയുള്ള ആർക്കും ഇവിടെ വന്ന് പാട്ടുപാടാം. സംസ്ഥാന സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് മനോഹർ പാവറട്ടിയുടെ ആശയം ഗ്രാമം ഏറ്റെടുക്കുകയായിരുന്നു. യവനിക കലാവേദിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സംഗീത സഭ അഭിഭാഷകനും കലാകാരനുമായ സുജിത് ഐനിപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. യവനിക രക്ഷാധികാരി മനോഹർ പാവറട്ടി അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ സരിത രാജീവ്, KC ഖാദർ മോൻ, ജോസൻ പാവറട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ഭാര്യയെ മർദ്ദിച്ച കേസിൽ BJP ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്യാത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് CPM ഏരിയ കമ്മിറ്റി മാളയിൽ പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ച് KSRTC ബസ് സ്റ്റാൻഡിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി TK സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം M രാജേഷ്, TK സതീശൻ, CS രഘു, KV ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മോഹിനിയാട്ടം ഗുരു കലാമണ്ഡലം ലീലാമ്മയുടെ ചരമവാർഷികം ആചരിച്ചു. കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൽ നടന്ന ചടങ്ങ് വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ബിനീഷ് ഗോപാലകൃഷ്ണൻ, കലാമണ്ഡലം ഹൈമാവതി, കലാമണ്ഡലം ഹുസ്ന ഭാനു, ഡോക്ടർ അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ടിന്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ കുടുംബം ആക്സ് തൃശൂർ ബ്രാഞ്ചിന് സമർപ്പിച്ച പുതിയ ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് മന്ത്രി K മുരളീധരൻ നിർവഹിച്ചു. ഗുരുവായൂർ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ആക്സ് ജനറൽ സെക്രട്ടറി MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി. സെക്രട്ടറി പ്രസാദ് പട്ടണത്ത്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്, കൗൺസിലർമാരായ പ്രിയ രാജേന്ദ്രൻ, മഹിജ, നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P വിനു, ഗുരുവായൂർ ബ്രാഞ്ച് സ്ഥാപക സെക്രട്ടറി PI സൈമൺ, മുൻ പ്രസിഡന്റ് CD ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. അമലനഗർ ലയൺസ് ക്ലബ്ബ് ഹോം ഫോർ ഹോംലെസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നടന്നു. പേരാമംഗലം പട്ടത്താഴത്തുള്ള പ്രദീപിനാണ് വീട് നിർമ്മിച്ചു നൽകിയത്. ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ T ജയകൃഷ്ണൻ താക്കോൽദാനം നിർവഹിച്ചു. അമലനഗർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ലിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു. റീജിയണൽ ചെയർപേഴ്സൺ TL ഷാജു, കോർ ക്യാബിനറ്റ് അംഗം ജോയ് C ഷാജു, ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ KB സൈമൺ, MK രാജൻ, ഗ്ലാൻഡോ ആൻഡ്രൂസ്, PS അച്യുതൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ ഫുട്ബോൾ ഫിയസ്റ്റ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനയൻ തോട്ടാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TS അഭിലാഷ് സമ്മാനദാനം നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ദാസൻ, അംഗം ഗിരിജ ശ്യാംകുമാർ, പ്രധാന അധ്യാപിക ജിഷ മാത്യു, കായിക അധ്യാപകൻ സജി ജോർജ്, പരിശീലകൻ MS സുജിത് തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര മേളകലാ സംഗീത സമിതിയുടെ ഈ വർഷത്തെ സുവർണമുദ്ര പുരസ്കാരത്തിന് പോറാത്ത് ആനന്ദമാരാർ അർഹനായി. ഓഗസ്റ്റ് 17-ാം തീയതി നടക്കുന്ന സമിതിയുടെ വാർഷികാഘോഷ ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പറപ്പൂക്കര പഞ്ചായത്തിലെ കൊളത്തൂർ കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. കൊളത്തൂർ ഹൃദയം ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന സമ്മേളനം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A രാജീവ് ഉപഹാരം സമ്മാനിച്ചു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PD നെൽസൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K രാജേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നന്ദിനി രമേശൻ, KS ജോൺസൺ, K സുധാകരൻ, കർഷക സമിതി ഭാരവാഹികളായ NR ജയപ്രകാശ്, സജീവ് ചെഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു.
ചാവക്കാട് നഗരസഭ ആവിഷ്കരിച്ച മധുവനം പദ്ധതിക്ക് തുടക്കമായി. നഗരസഭയുടെ നേതൃത്വത്തിൽ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ AC പ്രീതി നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ബെൻസി സന്തോഷ്, സെക്രട്ടറി ഇൻചാർജ് PP റിഷ്മ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P യതീന്ദ്രദാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിഷ മത്രങ്കോട്ട് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവല്ലാമല മല്ലിച്ചിറ ഫാമിലി അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. MFA പ്രസിഡന്റ് M വേണു അധ്യക്ഷനായി. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സുനിൽ പൊന്നാത്ത്, വാർഡ് മെമ്പർമാരായ S ദിലീപ്, മോനിഷ സുജിത് തുടങ്ങിയവർ സംസാരിച്ചു. രണ്ടിടങ്ങളിൽ നിന്നായി വീടുകളുടെ അടുക്കളയിൽ നിന്ന് മൂർഖൻ പാമ്പുകളെ പിടികൂടി. കയ്പമംഗലം കാളമുറി വെസ്റ്റ് മഠത്തിൽ വീട്ടിൽ മീനാകുമാരിയുടെ വീട്ടിലും പടിഞ്ഞാറെ വെമ്പലൂരിലെ മേലെഴുത്ത് ലാൽജിയുടെ വീട്ടിൽ നിന്നുമാണ് മൂർഖൻ പാമ്പുകളെ പിടികൂടിയത്. ചാലക്കുടി ഫോറസ്റ്റ് റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗം ഇരു വീടുകളിൽ നിന്നും പാമ്പുകളെ പിടികൂടി. സാംസ്കാരിക സംഘടനയായ സോപാന ഗായക സംഘത്തിന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ചെയർമാനായി മുകുന്ദൻ മാരാർ, ജനറൽ കൺവീനറായി ജയകൃഷ്ണൻ വെള്ളാങ്ങല്ലൂർ, ട്രഷററായി വേണുഗോപാലൻ മാരാർ എന്നിവരെ തെരഞ്ഞെടുത്തു. നിരളത്ത് ഹരിഗോവിന്ദന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വിനോദ് ഗുരുവായൂർ, സനീഷ് പാലപ്ര തുടങ്ങിയവർ പങ്കെടുത്തു. വെങ്ങടങ്ങ് സെൻട്രൽ ലയൺസ് ക്ലബ്ബ് മണപ്പുറം ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന 4 വനിതകൾക്ക് തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലവൻ ഫ്രാൻസിസ് തയ്യൽ മെഷീൻ വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് രാജൻ ജോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ദിനേശൻ MM, അഡ്വക്കേറ്റ് ശ്രുതി ചന്ദ്രൻ, അമൃത ജയപ്രകാശ്, ലിയോ CD, ബെന്നി ചാലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസ രംഗത്തെ സമഗ്ര സംഭാവനകൾക്കായി സിനർജി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡ് മോഡൽ ഗേൾസ് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക ഡോക്ടർ KP ബിന്ദുവിന് സമ്മാനിച്ചു. തൃശൂർ ടൗൺഹാളിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ P സുരേഷ് കുമാർ പുരസ്കാരം സമ്മാനിച്ചു. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,890 രൂപ, പവന് 1,11,120 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂരിൽ ഷിഗല്ല ബാധിച്ച് യുവാവ് മരിച്ചു. മാപ്രാണം സ്വദേശിയായ 43-കാരനാണ് മരിച്ചത്. പോസ്റ്റ്മോർട്ടത്തിലാണ് ഷിഗല്ല ബാധ വ്യക്തമായത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശബരിമല മാതൃകയിലുള്ള വെർച്വൽ ക്യൂ സംവിധാനം ഉടനെന്ന് മന്ത്രി K മുരളീധരൻ. ക്ഷേത്രനഗരിയുടെ വികസനത്തിന് മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കും. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ 9 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും ദേവസ്വം മന്ത്രി. സംഭരിച്ച നെല്ലിന്റെ വില നൽകാതെ സപ്ലൈകോ. ഇന്ത്യക്കാട് 1000-ഓളം കോൾ കർഷകർ വലയുന്നു. ഗുരുവായൂർ ടൗൺ ഹാളിലെ ലോകകപ്പ് ഫുട്ബോൾ ബിഗ് സ്ക്രീൻ പ്രദർശനം നിർത്തിവെക്കാൻ സർക്കാർ നിർദ്ദേശം. നടപടി CPM നിയന്ത്രണത്തിലുള്ള സംഘടനയ്ക്ക് ടൗൺ ഹാൾ സൗജന്യമായി നൽകുന്നതിൽ നഗരസഭാ സെക്രട്ടറി എതിർപ്പ് അറിയിച്ച പശ്ചാത്തലത്തിൽ. കയ്പമംഗലം ചെളിങ്ങാട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ യാത്രാ ദുരിതം. റോഡ് തകർന്നത് പൈപ്പ് ലൈൻ പ്രവർത്തിക്ക് ശേഷം. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതിയുടെ ഉദ്ഘാടനം വിവിധ ഡിപ്പോകളിൽ ആഘോഷപൂർവ്വം നടന്നു. നിർത്തലാക്കിയ KSRTCയുടെ ഗ്രാമീണ സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് മന്ത്രി OJ ജനീഷ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.